ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫാം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള എയർ ഡ്രോപ്പുകളുടെയും അപ്ഡേറ്റ്സ് ആണ്. സോഷ്യൽ എയർ ഡ്രോപ്സും ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്സും ടെലഗ്രാം ബേസ്ഡ് എയർ ഡ്രോപ്സും എല്ലാം ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് വരുന്ന മീംഫൈനെ പറ്റിയിട്ടാണ്. മീംഫൈൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ആ ഒരു വീഡിയോ കാണാം. ഇതിൽ ഇന്ന് വന്ന അപ്ഡേറ്റ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീംഫൈൻ്റെ ടീം പറയുന്നത് അവരുടെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചസുമായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ ലിസ്റ്റിംഗ് ഒക്ടോബർ 30 മാറ്റുകയാണ്. 100% കള്ളമാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീംഫൈ ലിസ്റ്റ് ആക്കുന്നത് ലീനിയ എന്ന് പറയുന്ന ചെയിനിലാണ്. ഓക്കെ, നമ്മളുടെ ബാക്കിയുള്ള കോയിൻസ് ഇപ്പോൾ ഡോക്സ് ആയിക്കോട്ടെ നോട്ട് ആയിക്കോട്ടെ എല്ലാം ലിസ്റ്റ് ആക്കിയിരിക്കുന്നത് ടോണിൻ്റെ ബ്ലോക്ക് ചെയിനിലാണ്. അതുപോലെ ലീനിയ എന്ന് പറയുന്ന ചെയിനിലാണ് ഈ ഒരു മീംഫൈൻ്റെ കോയിൻ ലിസ്റ്റ് ആവാൻ പോകുന്നത്. അത് ഇതേറിയത്തിൻ്റെ ലെയർ 2 ആണ്. അതുകൊണ്ട് തന്നെ ലീനിയയിൽ ലിസ്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഫീ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരിക ഇതേറിയമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു മീംഫൈൻ്റെ ടെലഗ്രാം മിനി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടോണിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ പ്രീമിയം എടുക്കണമെങ്കിൽ ടോൺ കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ എന്ന് പറയുന്നതും ഈ ടോണിൻ്റെ വേറൊരു ടൈപ്പ് സാധനം തന്നെയാണ്. ടെലഗ്രാമിൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഈ സ്റ്റാർ എന്ന് പറഞ്ഞാലും അതും ഈ ടോണിൻ്റെ എക്കോസിസ്റ്റത്തിൽ പെടുന്നതാണ് ഈ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റാർ. ഓക്കെ, അത് ഡെയിലി ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ ഇതുവരെ കാണാത്ത വലിയ എമൗണ്ടാണ് ഈ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇതേറിയം ലെയർ 2 ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോയിൻ എന്തിനാണ് യൂസേഴ്സിനോട്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് ഡെയിലി ടോണിന് വേണ്ടി തെണ്ടുന്നത്? നമ്മൾ ആരും പ്രൊജക്റ്റ് ക്യാഷ് ഉണ്ടാക്കുന്നതിന് എതിരല്ല. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഞാൻ ഒരിക്കലും എതിരല്ല. അവർ ക്യാഷ് ഉണ്ടാക്കിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ കമ്മ്യൂണിറ്റി മണ്ടന്മാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ മണ്ടന്മാരാക്കാൻ ഈസിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കരുത് അത് നടക്കേണ്ടത്. നമ്മുടെ ടെലഗ്രാം ചാനലിലുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽ ആയി ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് ടെലഗ്രാമിൽ. വേണ്ടവർക്ക് അവിടെ പോയി നോക്കാം. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതിന് മുൻപ് അവർ ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റ് എങ്ങനെയാണ് 100% കള്ളന്മാർ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റിച്ചതെന്ന കാര്യം ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് വോയിസ് മെസ്സേജ് കേൾക്കാവുന്നതാണ്. ഓക്കെ, അത് വീണ്ടും ഞാനിവിടെ പറഞ്ഞ് ലാഗാക്കുന്നില്ല. മീംഫൈൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ക്യാഷോ സമയമോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ക്യാഷ് സമയം കൊടുക്കേണ്ടാത്ത 2 പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് ഇനി? 1 ടാപ്സാപ്പ്, 2 മീംഫൈ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്സാപ്പിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ടാപ്സാപ്പിന് ഇനി എന്താണ് പ്ലാൻ, എങ്ങനെ ലിസ്റ്റ് ആക്കണം എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ അവരുടെ ടീമിന് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ആംസ്റ്റർ കോമ്പാറ്റിനെ പോലെ ആയി പോവോ, പിക്സൽവേഴ്സിനെ പോലെ ആയി പോവോ എന്നുള്ള പേടിയാണ്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നൊരു സോളിഡ് പ്ലാൻ ഇല്ല. പക്ഷേ ആ കാര്യത്തിൽ ആംസ്റ്റർ കോമ്പാറ്റ് നല്ലതായിരുന്നു എന്ന് തന്നെ പറയും. അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ റെഫറൻസിന് വേണ്ടി എന്ത് കള്ളവും പറഞ്ഞ് പറ്റിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ടായതുകൊണ്ട് നിങ്ങളെ ഈസി ആയിട്ട് തന്നെ അവർ പറ്റിച്ചു. പക്ഷേ ടാപ്സാപ്പിൻ്റെ കേസിൽ അങ്ങനെയല്ല. പറഞ്ഞു പറ്റിക്കാനുള്ളൊരു കഴിവുമില്ല, കോയിൻ ലിസ്റ്റ് ആക്കാനുള്ള കഴിവില്ല. അതാണ് ഇപ്പോൾ ടാപ്സാപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാപ്സാപ്പിൻ്റെ ട്വിറ്റർ നോക്കുകയാണെങ്കിൽ വെറുതെ കുറേ ആർട്ടിക്കിൾ ഇങ്ങനെ എഴുതിയിടുകയാണ്. അതൊക്കെ ആരെങ്കിലും വായിക്കാൻ നിൽക്കുമോ? ഇല്ല. അവർക്ക് എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ വെറുതെ അങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. ഇനി നമ്മൾ നോക്കുന്ന വേവ് വാലറ്റ് ആണ്. വേവ് വാലറ്റ് ഞാൻ ഹോട്ട് വാലറ്റിനെ പോലെ തന്നെ നല്ല എക്സ്പെക്ടേഷൻ വെക്കുന്ന പ്രൊജക്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന സൂയി ബ്ലോക്ക് ചെയിനിലാണ്. സൂയി എന്ന് പറയുന്ന ഫണ്ടമെൻ്റലി വളരെ കിടിലനായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഫ്യൂച്ചറിലേക്ക് നല്ല രീതിക്ക് പ്രൈസ് വരാൻ പോകുന്ന ഒരു ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റമാണ് ഈ സൂയി നെറ്റ്വർക്കിൻ്റെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ വരുന്ന പ്രൊജക്റ്റാണ്. ഇതിൽ നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് സൂയി കൊടുക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണാൻ പറ്റും ഏകദേശം 51 സൂയി ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഞാൻ കുറച്ചധികം ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഒരു $5 സൂയി വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഫാമിംഗ് കഴിയുന്നവരെ നമുക്ക് ഫാം ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും കൂടുതൽ ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഓഷ്യൻ ടോക്കണും അതുപോലെ തന്നെ വേവ് ടോക്കണും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് ചെയ്തുകൊണ്ടും വേവ് ടോക്കൺ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഷ്യനാണ് ഈ ഒരു ഓഷ്യൻ എന്ന് പറയുന്ന ടോക്കൺ ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലെയിം ചെയ്യുക, എന്നിട്ട് സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വേവ് ടോക്കണും കിട്ടുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഡി ആപ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മീം പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മീം കൾച്ചർ എന്നാണ് പേര്. മീം പാഡ് തന്നെയാണ്. സൂയി നെറ്റ്വർക്കിൽ വരുന്ന മീം കോയിൻസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ നെറ്റ്വർക്ക് മാറ്റിക്കൊണ്ട് സൊലാന എടുക്കാം, ടോൺ എടുക്കാം. സൊലാനയും ടോണും നിലവിൽ അവൈലബിൾ അല്ല. ഇപ്പം നിലവിൽ സൂയി നെറ്റ്വർക്കിൽ മാത്രമുള്ള കോയിൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ യൂസ് കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂട്ടിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുന്തോറും നമുക്ക് ഈ ഒരു വേവ് ടോക്കണിൻ്റെ ക്യാഷും കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ലിസ്റ്റിംഗ് കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. നല്ല പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ടൈം എടുത്ത് വരുന്നത് നല്ലത് തന്നെയാണ്. വേവ് വാലറ്റ് ഇതുവരെ ഫാം ചെയ്യാത്തവരാണെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല. കാരണം നമ്മൾ ഗ്യാസ് ഫീക്ക് വേണ്ടി സൂയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂയി വേണമെങ്കിൽ തിരിച്ച് സെൻഡ് ചെയ്യാം. എനിക്ക് ഇത്ര സൂയി ഇവിടെ വേണ്ട, എനിക്ക് തിരിച്ചെടുക്കണം തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ വേവ് വാലറ്റിൻ്റെ ഫാമിംഗ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള സൂയി തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ കൊടുത്തതിന് ശേഷം ഈ സൂയി എന്ന് പറയുന്ന കോയിൻ എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാൻ പറ്റും. എക്സ്ചേഞ്ചിലേക്ക് എനിക്ക് ഇവിടുന്ന് അഡ്രസ്സ് വേസ്റ്റ് ചെയ്ത് കൊടുത്താൽ സെൻഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ട് ഈ കോയിൻസ് എല്ലാം തിരിച്ചെടുക്കാം. ഹോട്ട് വാലറ്റ് പോലെ തന്നെയാണ്.
ഹോട്ട് വാലറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ നിയർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് ഈ വേവ് വാലറ്റിൻ്റെ ഫാമിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അപ്പോൾ ഹോട്ട് വാലറ്റും വേവ് വാലറ്റും തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ കുറച്ച് ഗ്യാസ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എത്ര നേരത്തെ ജോയിൻ ചെയ്യാൻ പറ്റും അത്ര നേരത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ടാവും. നിങ്ങൾ വൈകും തോറും നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വൈകി ജോയിൻ ചെയ്തതെന്ന് വിചാരിച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വരാനില്ല. നിങ്ങളിവിടുത്തെ ഗ്യാസ് ഫീ പോകുമോ എന്ന കാര്യം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടുത്തെ ഗ്യാസ് ഫീ സേഫാണ്. അത് മൊത്തം ചിലവായില്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ളത് തിരിച്ചെടുക്കാൻ പറ്റും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇതുള്ള പ്രൊജക്റ്റുകൾ ഫാം ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വൺ ഫുട്ബോൾ ക്ലബിൻ്റെ സൈഡിൽ നിന്നാണ്. ഇവിടെ നമുക്ക് NFT മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബേസിലാണ് NFT മിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിൽ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ NFTs മിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ടാവും എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സോഷ്യൽ ബേസ്ഡ് എയർ ഡ്രോപ്പ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ടെസ്റ്റ്നെറ്റ് വീഡിയോ ചെയ്താലും എല്ലാവരും പറയുന്ന കംപ്ലയിൻ്റ് ആണ് എനിക്ക് മെറ്റാമാസ്ക് കണക്ട് ആവുന്നില്ല, കിവി ബ്രൗസർ യൂസ് ചെയ്തിട്ടും കണക്ട് ആവുന്നില്ല എന്നുള്ള കാര്യം. കുറേ ആൾക്കാർ ക്രോം യൂസ് ചെയ്യാൻ നോക്കുന്നവരുണ്ട് ഫോണിൽ തന്നെ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നതാണ്, ഐഫോൺ ആണെങ്കിൽ മൈസസ് യൂസ് ചെയ്യുക, ആൻഡ്രോയിഡ് ആണെങ്കിൽ കിവി ബ്രൗസർ യൂസ് ചെയ്യുക. ഈ രണ്ട് ബ്രൗസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ കണക്ട് ആവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ എന്ത് ചെയ്യാണ്, സൈൻ ഇൻ ചെയ്യണം ആദ്യം. ഓക്കെ, അത് നമ്മൾ സൈൻ ഇൻ ചെയ്യണമല്ലോ. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണ്, മെറ്റാമാസ്ക് വെച്ചിട്ടാണ്. എല്ലാവർക്കും പറ്റുന്ന മെറ്റാമാസ്ക് വെച്ച് കണക്ട് ആവുന്നില്ല എന്നാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡ് ഇടാതെയോ അല്ലെങ്കിൽ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. ഓരോ എയർ ഡ്രോപ്പിനും വ്യത്യാസമാണ്. ചിലതിന് ഡെസ്ക്ടോപ്പ് മോഡ് ഇടാൻ പാടില്ല, ചിലതിന് ഇടണം. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡ് ഇല്ലാതെ ചെയ്ത് നോക്കുകയാണ്. മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ഫോർ മെറ്റാമാസ്ക് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കിവി ബ്രൗസറാണ്, സാധാരണ ക്രോം അല്ല. ഓക്കെ, അപ്പോൾ ഇനി മെറ്റാമാസ്കിൻ്റെ പോപ്പപ്പ് വന്നോ? ഇല്ല. ഞാൻ വീഡിയോസിൽ പറയുന്നതാണ്, നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് വരില്ല. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഓപ്ഷൻസിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യുക. ഇതൊക്കെ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലേ വരുള്ളൂ. മെറ്റാമാസ്ക് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ എല്ലാ ടെസ്റ്റിൻ്റെ വീഡിയോസിലും കാണിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതുപോലെ കണക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ആയി. ഓക്കെ, ഇനി നമുക്ക് ലോഗിൻ ആയാൽ നോക്കാം. ബാക്കിലേക്ക് പോവുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സൈൻ ടു വെരിഫൈ എന്ന് പറയുന്ന അടുത്ത ഓപ്ഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി സൈൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, കണക്ഷൻ റിക്വസ്റ്റ് നമ്മൾ കൺഫേം ചെയ്തു. ഇനി സൈൻ റിക്വസ്റ്റ് ആണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, വീണ്ടും സൈൻ ചെയ്യണം. മെറ്റാമാസ്ക് വീണ്ടും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ സൈൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്തു. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ബാക്ക് പോവുക. കണക്ട് ആയില്ലേ, ലോഗിനായി. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പേജ് ഇവിടെ ഈസി ആയിട്ട് തന്നെ ലോഗിൻ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പോയിന്റ്സ്, ബോളിൻ്റെ അക്കൗണ്ട് ഇവിടെ കാണാം 1265. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലൂടെ ലോഗിൻ ആയെന്ന് മനസ്സിലായല്ലോ. ഇനി പറയുന്നത് എന്താ, സ്വിച്ച് നെറ്റ്വർക്ക് ആണെന്ന് വെച്ചാൽ നമ്മൾ NFT നമ്മൾ മിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാലറ്റ് ആദ്യം ബേസ് നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബേസ് നെറ്റ്വർക്കിലാണ് നമുക്ക് ഈ NFT ഒക്കെ മിൻറ്റ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ബേസ് നെറ്റ്വർക്കിലേക്ക് നമ്മുടെ മെറ്റാമാസ്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ എൻ്റെ മെറ്റാമാസ്ക് നിലവിൽ കിടക്കുന്നത് ഈ ഒരു സെഫോലിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ്. അത് മാറ്റി ബേസ് ആക്കണം. അതിനുവേണ്ടി ഇവിടെ സ്വിച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും സ്വിച്ച് നെറ്റ്വർക്ക് കൊടുത്തു. എന്നിട്ട് ഒരു അനക്കമില്ല. ഓക്കെ, എന്ത് ചെയ്തിട്ടൊരു അനക്കമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് ഡെസ്ക്ടോപ്പ് മോഡ് ഇട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് മോഡ് ആക്കിയതിന് ശേഷം വീണ്ടും സ്വിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ സ്വിച്ച് ആവുന്നില്ല. ഓക്കെ, എത്ര ക്ലിക്ക് ചെയ്തിട്ടും സ്വിച്ച് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഞാനിവിടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്കിവിടെ ബേസ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആഡ് ആക്കാൻ വേണ്ടിയുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയോ? ഇല്ല. അതിൻ്റെ കാരണം എന്താണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. PC യിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് വരും. അപ്പോൾ ഫോൺ ആയതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കണം വർക്ക് ആയോ എന്നുള്ളത്. എന്നാലേ അറിയുള്ളൂ. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, അപ്രൂവ് കൊടുക്കുന്നു. അപ്പോൾ ആഡ് ആയി കഴിഞ്ഞു. ബേസ് ഇവിടെ ആഡായി, കാണാൻ പറ്റും ബേസ്. ഇനി സ്വിച്ച് കൊടുക്കുന്നു. സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് മാറി. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളുടെ ബേസ് നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് ആവുന്നുണ്ടാവില്ല. കാരണം ഓൾറെഡി റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല വന്നോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു എയർ ഡ്രോപ്പ് ഫാം ചെയ്യുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഞാനും വർഷങ്ങളോളം ടെസ്റ്റ്നെറ്റ് ഒക്കെ ചെയ്ത് ഫോൺ യൂസ് ചെയ്തിട്ട് മാത്രമാണ്. പിന്നെ ഇതിന്ന് കിട്ടിയ ഏണിങ്സും ട്രേഡ് ചെയ്ത ഏണിങ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ലാപ്പ് എടുത്തതും പിന്നീട് അങ്ങനെ കയറി പോയതും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ കയറി വരാൻ പറ്റും. ഞാൻ ₹1 പോലും ക്യാപിറ്റൽ ഇല്ലാതെ എയർ ഡ്രോപ്പ് ഫാമിങ്ങിലേക്ക് വന്ന ഒരാളാണ്. ₹1 പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്നും ₹1 പോലും വാങ്ങിയിട്ടില്ല. എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്ത് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ട്രേഡിങ് തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ട്രേഡിങ് നല്ല രീതിക്ക് പഠിച്ചതും നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ ₹1 പോലും ഞാൻ വീട്ടുകാരോട് ചോദിക്കല്ല, സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മുഴുവൻ ക്യാപിറ്റലും എയർ ഡ്രോപ്പ് ഫാമിങ്ങിലൂടെ തന്നെയാണ്. പിന്നീട് ആ ക്യാപിറ്റൽ ട്രേഡ് ചെയ്ത് മൾട്ടിപ്പിൾ ആക്കി എന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷേ എനിക്ക് ഇനീഷ്യൽ പുഷ് കിട്ടിയത് ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിങ്ങിലൂടെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ലാപ്പില്ല, PC ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. iOS ആണെങ്കിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം iOS ഒന്നാമത് ക്യാഷ് ഉള്ളവരെ അത് എടുക്കുള്ളൂ. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ബ്രാൻഡാണ്. ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് കോസ്റ്റ്ലി, ഓവർ കോസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. iOS-ലുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് നല്ല ഡെവലപ്പായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ആയി കഴിഞ്ഞ ഒരു iOS എടുത്തോ ഷോ ഇറക്കാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾക്ക് ഒരു പരിപാടി ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് തന്നെയാണ് ബെസ്റ്റ്. ഞാൻ ഒരിക്കലും ഐഫോണിനെ കളിയാക്കുന്നല്ല. എൻ്റെ കയ്യിലാണെങ്കിലും ഐഫോണും ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡും ഉണ്ട്.
അപ്പോൾ ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നതിനാണ് ഇതുപോലെ തന്നെ അതുപോലെ പേഴ്സണൽ യൂസിനും കോളുകൾ ചെയ്യാനും വാട്സപ്പ് യൂസ് ചെയ്യാനൊക്കെയാണ്. പക്ഷേ എയർ ഡ്രോപ്പ് ഫാമിങ്ങും ബാക്കിയുള്ള എല്ലാ പരിപാടിയും ആൻഡ്രോയിഡിൽ മാത്രമേ എല്ലാം കറക്റ്റായിട്ട് നടക്കുള്ളൂ. iOS ആണെങ്കിൽ അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരുപാട് ആപ്സ് അവൈലബിൾ ആയിരിക്കില്ല, ഒരുപാട് സംഭവങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് iOSൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വൺ ഫുട്ബോളിൻ്റെ പേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ മിൻറ്റ് എന്ന് പറയുന്ന ബട്ടനെ മാറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, മിൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. 1, 3, 11 എത്ര വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഈ NFT മിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എയർ ഡ്രോപ്പ് അലോക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇവർ വർക്ക് ചെയ്യുന്ന ബേസിലാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇതേറിയം ബേസ് ചെയ്തിട്ട് വർക്ക് ആവുന്ന ചെയിനാണ്. ഓക്കെ, അപ്പോൾ ഇതേറിയം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെയിനാണ് ബേസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിൽ എല്ലാ ഗ്യാസ് ഫീസ് ഒക്കെ വരും എന്താണ്, ഇതേറിയാണ്. അപ്പോൾ 0.002 ഇതേറിയം എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് നോക്കണ്ടേ? അതെങ്ങനെ നോക്കാം? നിങ്ങൾ ഏത് എക്സ്ചേഞ്ച് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക, സെർച്ച് ബാറിലേക്ക് പോവുക, ഇവിടെ ETH അതാണ് ഇതേറിയം. ഓക്കെ, ETH എന്ന് സെർച്ച് ചെയ്യുന്നതിന് ശേഷം ഇതേറിയം USDT സ്പോട്ട്. ഓക്കെ, സ്പോട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എമൗണ്ട് ഇവിടെ കൊടുക്കണം. എത്ര ഇതേറിയമാണ് ബൈ ചെയ്യേണ്ടത്? 0.002 ആണ് അവിടെ പറഞ്ഞത്. 0.002 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന എത്രയാണ്? 4 USDT അല്ലെങ്കിൽ 4.8 USDT ആണെന്ന് വെച്ചാൽ $. അപ്പോൾ $4 എന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്ന് നോക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ആവറേജ് വാല്യൂ ഇപ്പോൾ ഡോളറിന് 80 എടുക്കുകയാണെങ്കിൽ 80 × 4.8 ചെയ്ത് കഴിഞ്ഞാൽ 384 രൂപയാവും നമുക്ക് ഒരു NFT മിൻറ്റ് ചെയ്യാൻ, ഒരെണ്ണം മാത്രം. ഒരു NFT മിൻറ്റ് ചെയ്യാനുള്ള ക്യാഷാണ് ഈ 0.002, അതായത് 380 സംതിങ് രൂപ അത്രയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യണമെങ്കിൽ മിൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും 3 എണ്ണം ഓരോന്ന് വെച്ച് മിൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നല്ല അഡ്വാൻറ്റേജ് തന്നെ ഉണ്ടാവും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ. ഓക്കെ, ഈ ഒരെണ്ണം കാരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എയർ ഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും സെയിം ഫീ തന്നെ, 0.002 ഇതേറിയം തന്നെയാണ് എല്ലാത്തിനും ഫീ വരുന്നത്. അപ്പോൾ എനിക്കിത് 3 എണ്ണം മിൻറ്റ് ചെയ്യണമെങ്കിൽ 1100 അല്ലെങ്കിൽ 1200 രൂപ ആ ഒരു റൗണ്ടിൽ വരും. അപ്പോൾ വേണ്ടവർ മാത്രം ചെയ്യുക. ഇത് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും അഡ്വാൻറ്റേജ്, ഉറപ്പായിട്ട് ഈ എമൗണ്ട് തിരിച്ച് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് റെഫറൽ ചെയ്യുന്നതുകൊണ്ട് പോയിന്റ്സ് ആഡ് ആവുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ലീഡർ ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കും കാണാൻ പറ്റും, എനിക്കും ഇവിടെ പോയിന്റ്സ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാനിത് ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഈ പോയിന്റ്സ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വരെ കോൺടാക്ട് ചെയ്തിട്ടൊന്നും എനിക്കിതൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഇതുപോലെ ആക്ടിവിറ്റീസിൽ കുറേ ആക്ടിവിറ്റി ഒക്കെ പുതിയ വന്നിട്ടുണ്ട്. ഡെയിലി ചെക്കിൻ ചെയ്യുക, ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുക, അങ്ങനെ മാക്സിമം പോയിന്റ്സ് ഏൺ ചെയ്ത് വെക്കാൻ നോക്കുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സംബെയർ ആണ്. എക്സംബെയറിന്റെ മെയിൻ ഫേസ് ഓഫ് ഫാമിംഗ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ഫൺ ഫേസ് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിരിക്കും. എന്തായാലും ഇതിലും വലിയ ഹോപ്പ് വേണ്ട. ഞാൻ പറയുന്നത് എന്താണ്, ഹാംസ്റ്റർ കോമ്പാനോളം അടുത്ത് തന്നെ ഇവരുടെ യൂസേഴ്സിൻ്റെ എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഏണിങ്സ് പ്രതീക്ഷിക്കേണ്ട, ഒരിക്കലും വലിയ എമൗണ്ട് എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം അത്രയും കൂടുതൽ യൂസേഴ്സ് ഉണ്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പിക്സൽ ആണ്. ഇനി എനിക്ക് ആകെ ടെലഗ്രാമിൽ ഹോപ്പുള്ള ഒരു പ്രൊജക്റ്റ്, നിലവിൽ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോപ്പുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പിക്സൽ ആണ്. കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, ടെലഗ്രാം ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, വേണ്ടവർക്ക് ആ ലിങ്ക് വഴി കയറുക, എന്നിട്ട് കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ നോക്കുക. ഇതിലും ഫുൾ ടൈം സ്പെൻഡ് ചെയ്യരുതെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഹോപ്പുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പിക്സൽ ആണ്. കാരണം ടെലഗ്രാം സ്വന്തമായി ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റാണ്. ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലാഗ് ഒന്നും പെയിൻറ്റ് ചെയ്യാതിരിക്കുക. ഒരു രാജ്യത്തിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബേസ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പൊളിറ്റിക്കൽ കേസുകളായിക്കോട്ടെ, അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ട് നിങ്ങൾ അക്കൗണ്ട് ബാൻ ആവും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ജസ്റ്റ് എവിടെയെങ്കിലും ടാപ്പ് ചെയ്യുക, ഏതെങ്കിലും കളറിൽ പെയിൻറ്റ് ചെയ്ത് പോവുക, പോയിന്റ്സ് കൂട്ടാൻ മാത്രം ഫോക്കസ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് നോക്കുന്ന കൂബിലാണ്. കൂബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ നോട്ട് കോയിൻ, ഡോക്സ്, ടോൺ ഈ 3 കോയിൻസും ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ബാലൻസ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു ഡെയിലി. ഇനി മുതൽ ആ ഒരു ക്ലെയിം ഓപ്ഷൻ ഇല്ല. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞതാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾക്ക് മാത്രമാണ് ആ ഇവന്റ് ഉള്ളത്. നിലവിൽ ആ ഒരു ഇവന്റ് എൻഡ് ആയി കഴിഞ്ഞു. ടെലഗ്രാമിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് അതിൽ കയറുക, അതിൽ വരുന്ന ടാസ്കുകൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും കൂബിൽ ഇഷ്യൂസ് ഉണ്ട്. കിട്ടുന്ന പോയിന്റ്സ് കുറഞ്ഞു പോകുന്നു, അതുപോലെ തന്നെ അത് ഓപ്പൺ ആവുന്നില്ല, ഇത് വർക്ക് ആവുന്നില്ല. എല്ലാം സോൾവ് ആവും. അവർ ആ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൊടുക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് പോകുക. അതായത് 2-3 പ്രാവശ്യം റിഫ്രഷ് ഒക്കെ ചെയ്ത് നോക്കുക, എങ്കിലാണ് വർക്ക് ആവുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് കുറഞ്ഞു പോകുന്നതിൽ 2 മെയിൻ കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇവർ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ടാസ്ക് കംപ്ലീറ്റ് ആവും. പക്ഷെ നമ്മൾ ലൈക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ലൈക്ക് ചെയ്തിട്ടില്ല എന്ന് ഇവർ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ചെയ്ത പോയിന്റ്സ് കിട്ടിയതും പോവും. അതുപോലെ തന്നെ ഈ ചെയ്യാതെ ചെയ്തു എന്ന് കാണിച്ച് ക്ലെയിം ചെയ്തതിന് പെനാൽറ്റി ആയിട്ട് എക്സ്ട്രാ കുറച്ച് എമൗണ്ടും കട്ടായി പോകും. അങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ എമൗണ്ട് 0 ആയി പോകുന്നു, വലിയ എമൗണ്ട് കട്ടാവുന്നൊക്കെ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്ക് പോയിന്റ്സ് കാണാതാവും, ഇടയ്ക്ക് അങ്ങനെ തിരിച്ചു വരും. അങ്ങനത്തെ ഇഷ്യൂ ആണെങ്കിൽ പേടിക്കാനില്ല. കാരണം അതൊരു ബഗ് മാത്രമാണ്, അതെല്ലാം ഇവർ സോൾവ് ചെയ്തോളും. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. ഞാൻ ഇതുവരെ കൃത്യമായി ടാസ്ക് ചെയ്തിട്ട് എനിക്കൊരു പോയിന്റ് പോലും തിരിച്ചു പോയിട്ടില്ല. ഏർലി അഡോപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെതായ അഡ്വാൻറ്റേജുകളും നമുക്ക് ഉണ്ടാവും. ഓക്കെ,
അടുത്തെന്ന് പറഞ്ഞാൽ ബിനാൻസ് മൂൺബിക്സ് ആണ്. ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ ഇതും അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ്. മൂൺബിക്സ് ഈ ഒരു മൂൺബിക്സ് എന്ന് പറയുന്ന കോയിൻ ലിസ്റ്റ് ആക്കാൻ പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ലീഡർ ബോർഡിലൊക്കെ മുന്നിൽ നിൽക്കുന്നവർക്ക് ഈ BNB വെച്ചിട്ടാണ് റിവാർഡ്സ് കൊടുക്കുക. ഒരു ഗിവ് അവേ ടൈപ്പ് റിവാർഡിംഗ് സിസ്റ്റം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ ഒരു കോയിനിൽ എയർ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നല്ല. ഈ വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാത്തത്. നിങ്ങൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉള്ളവരായിരിക്കും. എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ റെഗുലർ ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയാത്തത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഏതൊരു വീഡിയോ ഇട്ടാലും അതിൽ വരുന്ന ഡൗട്ട്സ് ആയിക്കോട്ടെ, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ന്യൂസുകളായിക്കോട്ടെ എല്ലാം ടെലഗ്രാം ചാനലിൽ റെഗുലറായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ടെലഗ്രാം ചാനലിൽ കയറുക. ഓക്കെ, നമ്മൾ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.